Good morning, students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏർലി ഹിസ്റ്ററി ഓഫ് മലബാർ ദ പോർച്ചുഗീസ് പീരീഡ് വില്യം ലോഗൻ്റെ ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വില്യം ലോഗനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു മലബാറിലെ സബ് കളക്ടറായിരുന്നു വില്യം ലോഗൻ. അതുപോലെ തന്നെ വില്യം ലോഗൻ്റെ ഒരു വർക്കാണ് മലബാർ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. മലബാറിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഗൈഡാണ് മലബാർ മാനുവൽ എന്ന് പറയാമെന്ന് പറഞ്ഞു. മലബാർ മാനുവലിനെ പറ്റി പറഞ്ഞു. അത് 1887 എഴുതിയിട്ടുള്ളതെന്നും അതിന് 2 വോളിയൂംസ് ഉണ്ട് എന്ന് പറഞ്ഞു. 4 ചാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു മലബാർ മാനുവൽ എഴുതാനായിട്ട് വില്യം ലോഗനെ സഹായിച്ചത് ഇന്ദുലേഖ എഴുതിയിട്ടുള്ള ചന്തുമേനോനാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു മലബാർ മാനുവലിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങുന്നത്, അല്ലെങ്കിൽ വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിച്ചേരുന്ന കാര്യമാണ്. ആ ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യം ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യ പോർച്ചുഗീസ് ഭരിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ 1505 to 1691 ആ കാലഘട്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത്തെ സാമൂതിരിമാരെ എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നത്, അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ടെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ഇതിൻ്റെ ടെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Starting from Berlin near Lisbon on 25th of March 1497. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്കുള്ള ആ ഒരു വരവിൻ്റെ തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ബെർലിൻ, ലിസ്ബൺ, യൂറോപ്യൻ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വർഷമാണ്? 1497 മാർച്ച് 25 വാസ്കോഡ ഗാമ ഈ ഒരു യാത്ര പുറപ്പെടുന്നുണ്ട്. വാസ്കോഡ ഗാമാസ് ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പ്. വാസ്കോഡ ഗാമയുടെ ഷിപ്പിൽ കൺസിസ്റ്റഡ് ഓഫ് 3 സ്മോൾ വെസൽസ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഷിപ്പ് എന്ന് പറയുമ്പോൾ 3 ഷിപ്പുകളുടെ ഒരു കൂട്ടാണ്. ചെറിയ 3 ഷിപ്പുകളുടെ കൂട്ടാണ്. ആ 3 ഷിപ്പുകൾ അടങ്ങുന്നതായിട്ടാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഷിപ്പുകളുടെ പേരാണ്. സാൻ റാഫേൽ, ഒന്നാമത്തെ ഷിപ്പിൻ്റെ പേര് സാൻ റാഫേൽ എന്നാണ്. ഇവിടെ വെസൽ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെസലിൻ്റെ മീനിങ്ങും എന്ത് തന്നെയാണ്? ഷിപ്പ് എന്ന് തന്നെയാണ്. ഫ്ലീറ്റിൻ്റെ മീനിങ്ങും എന്ത് തന്നെയാണ്? ഷിപ്പ് എന്ന് തന്നെയാണ്. വാസ്കോഡ ഗാമ വന്ന ഷിപ്പിൻ്റെ പേര് സാൻ റാഫേൽ എന്നാണ്. 100 ടൺ വരെ അതിൽ കൊള്ളും ഭാരം. നെക്സ്റ്റ് ഷിപ്പ് സാൻ ഗബ്രിയേലാണ്. ഈ ഷിപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള പൗലോ ഡ ഗാമ വന്നത്. അതിൽ 120 ടണ്ണോളം കൊള്ളും. ആൻഡ് തേർഡ് വൺ സാൻ മൈഗ്യൂലാണ്. അതിൻ്റെ കമാൻഡർ നിക്കോളാസ് കോയിലോ ആയിരുന്നു. 50 ടൺസ് വരെ അതിൽ കൊള്ളും. ഈച്ച് ഷിപ്പ് ക്യാരിഡ് 80 men. ഓരോ ഷിപ്പിലും 80 men ഉണ്ടായിരുന്നു. ഓഫീസേഴ്സ്, സീമെൻ, കടലുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു. സെർവൻസ്, പരിചാരകരും ഉണ്ടായിരുന്നു. ഇങ്ങനെ അടങ്ങുന്നൊരു കൂട്ടമാണ് അവർ യാത്ര തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ആഫ്റ്റർ എ വോയേജ് എന്ന് പറഞ്ഞാൽ എന്താ? കടൽ മാർഗമുള്ള യാത്ര. ആഫ്റ്റർ എ വോയേജ് ഓഫ് നിയർലി 5 months, 5 മാസത്തോളം കടലിലൂടെ യാത്ര ചെയ്തു. ദ ഫ്ലീറ്റ്, ആ ഒരു ഷിപ്പ്, അറൈവ്ഡ് അറ്റ് സെൻറ്റ് ഹെലന ബേയുടെ തീരത്തോട്, ബേ എന്ന് പറഞ്ഞാൽ തീരത്തോട് അടുക്കുകയാണ്. എന്നാൽ 18th August 1497. ഫ്രം ദാറ്റ് പോയിന്റ് ദേ സ്റ്റൂഡ് ഔട്ട് ടു സീ ഫോർ 1 month. ഒരു മാസം അവരവിടെ തങ്ങി. ആൻഡ് ദെൻ മെയ്ഡ് ഫോർ ദ ലാൻഡ്. വേറെ ഏതെങ്കിലും ലാൻഡ് കണ്ടെത്താം എന്നുള്ള യാത്രയ്ക്ക് ഒരുങ്ങാണ്. ഫെയിലിംഗ് ഇൻ വെതറിങ് ദ കേപ്പ് ഓൺ ദ ടാക്ക്. യാത്രയിൽ എന്താ പറയുക, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ദേ എഗെയിൻ സ്റ്റൂഡ് ഔട്ട് ടു സീ ഫോർ 2 months. 2 മാസം കൂടി അവർ എക്സ്ട്രാ അവിടെ തങ്ങി. ആൻഡ് ഓൺ മേക്കിംഗ് ഫോർ ദ ലാൻഡ്, വീണ്ടും അവർ വേറൊരു തീരത്തോട് അടുക്കാൻ നോക്കുകയാണ്. ദേ ഫൗണ്ട് ദാറ്റ് ദേ ഹാഡ് വെതേർഡ് ദ കേപ്പ്. വീണ്ടും അവിടെ കാലാവസ്ഥ പ്രശ്നങ്ങൾ വരികയാണ്. ആഫ്റ്റർ എൻറ്ററിങ് 1 or 2 rivers ഈസ്റ്റ് ഓഫ് ദ കേപ്പ് ദേ ലെഫ്റ്റ് ദ കോസ്റ്റ്. കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടതിന് ശേഷം അവർ ആ ഒരു കോസ്റ്റ് വിടുകയാണ്.
ആൻഡ് ഓൺ 8th December 1497 ആ ഒരു സമയമായപ്പോൾ ദ സ്ക്വാഡ്രൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു വിഭാഗം, ഒരു വലിയ വിഭാഗം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഷിപ്പിൽ, ഈ 3 ഷിപ്പിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ടോട്ടൽ ഒരു വലിയ വിഭാഗം. എൻകൗണ്ടേർഡ് എ ഗ്രേറ്റ് സ്റ്റോം, ഒരു വലിയൊരു കൊടുങ്കാറ്റ് വന്നു, അത് നേരിടേണ്ടി വന്നു ഇവർക്ക്. ആൻഡ് ക്രൂസ് റോസ് ഇൻ മ്യൂട്ടിനി, ഈ ഒരു ഷിപ്പുകളിലുണ്ടായിരുന്ന ആളുകൾ പല പല ഭാഗത്തേക്ക് ചിന്നിച്ചിതറി, അതൊരു കലാപം പോലെയായി. മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ കലാപം. ദ ഓഫീസേഴ്സ് സ്റ്റുഡ് ബൈ ദർ കമാൻഡർ, ദ റിംഗ് ലീഡേഴ്സ് were put in irons, and the ships went on their way, sighting the coast of Natal on Christmas Day. പലരും പല ഭാഗത്തേക്കായിട്ട് ചിന്നിച്ചിതറി. ഓൺ 6th January 1498 അപ്പോഴേക്കും ദ സ്ക്വാഡ്രൻ എൻറ്റേർഡ് ദ റിവർ ഓഫ് മെറയിലേക്ക് യാത്ര എത്താൻ ശ്രമിക്കുകയാണ്. റിവർ ഓഫ് മെറയിലേക്ക് എത്താൻ നോക്കുകയാണ്. ആൻഡ് ദേ റിമെയിൻഡ് ഫോർ എ മന്ത്, അവിടെ ഒരു മാസം അവർ തങ്ങി. കറീനിങ് ദി ഷിപ്സ് ആൻഡ് ബ്രേക്കിംഗ് അപ്പ് ദ സെൻറ്റ് മിഗുൽ. അപ്പോൾ ഈ 3 ഷിപ്പിൽ മൂന്നാമത്തെ ഷിപ്പായിട്ടുള്ള സാൻ മിഗുലിന് എന്താ സംഭവിച്ചത്? അത് മൊത്തത്തിൽ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തു, ചിന്നിച്ചെതറി. അപ്പോൾ അതിലെ മെമ്പേഴ്സിനെ എന്താ ചെയ്തേ? അതിലെ യാത്രക്കാരെ ദ ക്രൂ വിച്ച് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ടു ഷിപ്സ്. അപ്പോൾ സാൻ മിഗുൽ എന്ന് പറഞ്ഞ ഷിപ്പിലുണ്ടായിരുന്ന യാത്രക്കാരെ ബാക്കി 2 ഷിപ്പിലേക്ക് വിതരണം ചെയ്ത് കയറ്റി, 2 ഈക്വലായിട്ട് കയറ്റി. കൊയ്ലോ ഹിംസെൽഫ് thereafter sailing with Vasco da Gama in the San Rafael. അപ്പോൾ ആ ഷിപ്പിലെ കമാൻഡറായിട്ടുള്ള കൊയ്ലോ വാസ്കോഡ ഗാമയുടെ ഷിപ്പായിട്ടുള്ള സാൻ റാഫേലിൽ കയറേണ്ടി വന്നു. ലീവിങ് ദ പ്ലേസ് ഇൻ ഫെബ്രുവരി, അവർ ഫെബ്രുവരി ആയപ്പോഴേക്കും ആ സ്ഥലവും വിട്ടു. ദേ പാസ്ഡ് ദ ബാങ്ക്സ് ഓഫ് സഫോളോ തീരം അവർ കടന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മാർച്ച് അവസാനമായപ്പോൾ ദ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കണ്ടെത്താനുള്ള യാത്ര തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സ്പെഡിഷൻ എന്ന് പറയുക. ആ ഒരു എക്സ്പെഡിഷൻ റീച്ച് മൊസാംബിക്കു എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ദേ റിമെയിൻ ഫോർ അബൌട്ട് 20 days, അവിടെ അവരൊരു 20 ദിവസത്തോളം തങ്ങി. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ സൺഡേ, ഒരു സൺഡേ, മേ ബി അതൊരു 8th or 15th April, ആ ഒരു സമയത്ത് അവർ അവിടെ നിന്നും ലെഫ്റ്റ് ചെയ്തു. ഓൺ 21st April ദ സ്ക്വാഡ്രൻ റീച്ച് മൊംബാസ, ഈ ഒരു വിഭാഗം മൊംബാസയിലെത്തി. ആൻഡ് ഓൺ സൺഡേ 29th April മെലിൻഡെ, അങ്ങനെ അവർ മെലിൻഡയിലും എത്തിച്ചേർന്നു. ദെയർ സ്റ്റേ അറ്റ് മെലിൻഡെ എക്സ്റ്റെൻഡഡ് ടു 3 months, മെലിൻഡയിൽ ഒരു 3 മാസക്കാലത്തോളം അവർ തങ്ങി. ഫോർ ദ മൂൺ ഓഫ് ജൂലൈ വാസ് ബിഗിനിങ് ഓഫ് ദ സീസൺ ഫോർ ദ ഡിപ്പാർച്ചർ ഫ്രം മെലിൻഡെ ഫോർ ഇന്ത്യ. പിന്നെ അവർ വിചാരിച്ചു മെലിൻഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോരാം എന്ന് വിചാരിച്ചു. ദ കിങ് ഓഫ് മെലിൻഡെ, അപ്പോൾ അവരവിടെ മെലിൻഡയിൽ തങ്ങിയപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവിടുത്തെ രാജാവായിരുന്നു. മോസ്റ്റ് ഹോസ്പിറ്റബിളി, നല്ല ആതിഥ്യ മര്യാദയുള്ള രാജാവായിരുന്നു. എൻ്റർടൈൻ ദ സ്ട്രേഞ്ചേഴ്സ്, ഈ ഷിപ്പിലുള്ള വാസ്കോഡ ഗാമ അടക്കമുള്ള ആളുകളെ ആ ഒരു രാജാവ് എൻ്റർടൈൻ ചെയ്തു, സന്തോഷിപ്പിച്ചു. ആൻഡ് പ്രൊവൈഡഡ് ദം വിത്ത് പൈലറ്റ്സ്, സഹായത്തിന് പൈലറ്റ്സിന് കൊടുത്തു. ആൻഡ് വിത്ത് എ ബ്രോക്കർ, ഒരു ഗൈഡ് പോലത്തെ ആളെയും കൊടുത്തു. ടു ഹെൽപ്പ് ദം ഇൻ ദെയർ ട്രേഡ്, ഈ ഒരു ട്രേഡിനാണല്ലോ അവരിങ്ങോട്ട് വരുന്നത്, അപ്പോൾ ആ ഒരു വ്യാപാരത്തിന് സഹായി എന്നോണം ഒരു ബ്രോക്കറെയും കൊടുത്തു. ആൻഡ് ഇറ്റ് വാസ് ബൈ ഹിസ് അഡ്വൈസ്, സോ മെലിൻഡയിലെ രാജാവിൻ്റെ ഉപദേശപ്രകാരം ദ എക്സ്പെഡിഷൻ ഇവൻച്വലി സെയിൽഡ് ഫോർ കാലിക്കറ്റ് ഇൻസ്റ്റീഡ് ഓഫ് ഫോർ ക്യാമ്പയിലേക്ക് പോകാനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷെ അത് മാറി കാലിക്കറ്റിലേക്ക് പോവാം എന്ന് തീരുമാനിക്കാൻ കാരണം ആരുടെ ഉപദേശപ്രകാരമാണ്? അത് മെലിൻഡയിലെ രാജാവിലെ ഉപദേശപ്രകാരമാണ്. വിത്ത് ദ ബ്രോക്കർ വിഷ് ടു ടേക്ക് ദം, അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബ്രോക്കർ പറഞ്ഞു കാലിക്കറ്റിലെ എല്ലാ സ്ഥലവും നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം, തയ്യാറാണ്, ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ മെലിൻഡെ വിടുകയാണ്. ലീവിങ് മെലിൻഡെ ഓൺ 6th August 1498 ദ 2 ships, ഇപ്പോൾ 2 ഷിപ്പുള്ളൂ കേട്ടോ, 3 ഷിപ്പിൽ ഒരു ഷിപ്പ് തകർന്നു, 2 ഷിപ്പുള്ളൂ. ദ 2 ships ran across with the southwest monsoon and sighted the coast of Malabar. അങ്ങനെ ഷിപ്പ് അകലം തന്നെ മലബാറിൻ്റെ തീരം കാണുകയാണ്. എപ്പോഴാണ് കാണുന്നത്? ഓൺ 26th August.
ദ പൈലറ്റ്സ്, അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന നാവികർ പൈലറ്റ്സുകൾ ഫോർ ടോൾഡ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാസ്കോഡഗാമയോടും ടീമിനോടും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ദ ഫസ്റ്റ് ലാൻഡ് ടു ബി സീൻ വുഡ് ബി എ ഗ്രേറ്റ് മൗണ്ടൻ. നമ്മൾ തീരത്തോടടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതം മൗണ്ടൻ ആയിരിക്കും എന്ന് പറഞ്ഞു. വിച്ച് ഈസ് ഓൺ ദ കോസ്റ്റ് ഓഫ് ഇന്ത്യ, അത് ഇന്ത്യയുടെ തീരത്താണ് കാണാൻ പറ്റുക. ഇൻ ദ കിങ്ഡം ഓഫ് കാനന്നൂർ, കാനന്നൂരിൻ്റെ കിങ്ഡത്തിലായിരിക്കും കാണാൻ പറ്റുക എന്ന് പറഞ്ഞു. വിച്ച് ദ പീപ്പിൾ ഓഫ് കൺട്രി ഇൻ ദെയർ ലാംഗ്വേജ് കോൾ ദ മൗണ്ടൻ ഡെലീലി. പക്ഷേ അവിടുത്തെ ആളുകളൊക്കെ ഈ ഒരു പർവ്വതത്തെ ഡെലീലി എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് ദേ കോൾ ഇറ്റ് ഓഫ് ദ റാറ്റ് ആൻഡ് ദേ കോൾ ഇറ്റ് മൗണ്ട് ഡെലി. അവിടെ ഒരുപാട് എലികളുണ്ട്, അതുകൊണ്ടാണ് അതിന് എന്തെന്ന് ഡെലീലി അല്ലെങ്കിൽ മൗണ്ട് ഡെലി ഈ ഒരു പർവ്വതത്തിന് പേര് വരാൻ കാരണമെന്ന്. ബിക്കോസ് ഇൻ ദീസ് മൗണ്ടൻ ദർ വർ സോ മെനി റാറ്റ്സ്, ഒരുപാട് എലികളുണ്ട്. ദാറ്റ് ദേ നെവർ കുഡ് മേക്ക് എ വില്ലേജ് ദർ. ഈ ഒരു എലികളുടെ ശല്യം കൊണ്ട് ആർക്കും എന്താണ് ഒരു താമസം അവിടെ നടത്താൻ പറ്റുന്നില്ല, അത്രയും എലികളുടെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മൗണ്ടനെ മൗണ്ട് ഡെലി അല്ലെങ്കിൽ ഡെലീലി എന്ന് വിളിക്കുന്നതും പറഞ്ഞു. റണ്ണിങ് ഡൗൺ ദ കോസ്റ്റ് ഫ്രം മൗണ്ട് ഡെലി, മൗണ്ട് ഡെലിയും വിട്ടു. ദ എക്സ്പെഡിഷൻ പാസ് ദ കാനന്നൂർ, എക്സ്പെഡിഷൻ കാനന്നൂരും വിട്ടു. വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, അവിടെ എവിടെയും നിർത്തിയില്ല. വിച്ച് ടൗൺ സീംസ് ടു ഹാവ് പ്രസൻറ്റഡ് മച്ച് ദ സെയിം appearance then as it does now, for it is described as a large town of thatched houses inside a bay. അവിടെ ഒരുപാട് താച്ച്ഡ് ഓലമേഞ്ഞ വീടുകൾ കാണാൻ സാധിക്കുമായിരുന്നു. ദ ഷിപ്സ് കണ്ടിന്യൂഡ് റണ്ണിങ്, ആ ഒരു ഷിപ്പുകൾ പോയിക്കൊണ്ടേയിരുന്നു, യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. റണ്ണിങ് അലോങ് ദ കോസ്റ്റ് ക്ലോസ് ടു ലാൻഡ്, ഇപ്പോൾ ലാൻഡിലേക്ക് തീരത്തോടടുക്കാറായി. ഫോർ the coast was clear without banks against which to be precautions, and the pilots gave orders to cast anchor in a place which made a sort of bay, because there commenced the city of Calicut. അപ്പോൾ ഇപ്പോൾ എവിടേക്ക് അവർ എത്താൻ പോകുന്ന കാലിക്കട്ട്. ദിസ് ടൗൺ ഈസ് നെയ്മഡ് കാപ്പോക്കേറ്റ്. അപ്പോൾ ആ ഒരു തീരത്തേക്ക് എടുക്കാൻ പോവാണ്. ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് ദ ഗാമ, അതായത് വാസ്കോഡഗാമ, appears to have moved his ships a few miles to northward to have anchored them inside the mudbank lying off പട്ടിയാനി, കൊല്ലം. അപ്പോൾ അവിടേക്ക് എത്തുന്നതാണ്. The arrival of this Portuguese expedition aroused at once the great jealousy in the moods of Mohammedans. അപ്പോൾ ഇങ്ങനെ കേരളത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ ഏരിയകളിലേക്ക് ഒക്കെ പോർച്ചുഗീസുകാരുടെ ഒരു വരവ് മൊഹമ്മദൻസ് അല്ലെങ്കിൽ മൂർസ് ഇവർക്ക് ഭയങ്കര എന്താ പറയുക, ഇവർ രണ്ടുപേര് ഒറ്റ പേര് തന്നെയാണ്, മുഹമ്മദൻസ് അല്ലെങ്കിൽ മൂർസിൻ്റെ ഇടയിൽ ഭയങ്കര ജലസി, കുശുമ്പ്, അസൂയയ്ക്ക് കാരണമായി. കാരണം എന്താ, ഹു ഹാഡ് ദ റെഡ് സീ ആൻഡ് പേർഷ്യൻ ഗൾഫ് ട്രേഡ് വിത്ത് യൂറോപ്പ്. കാരണം ഇവർക്കായിരുന്നു, ഈ ഒരു മുഹമ്മദൻസിനായിരുന്നു റെഡ് സീ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫുമായിട്ട് വ്യാപാരം, യൂറോപ്പൊക്കെയുള്ള വ്യാപാരം ഇവർക്കായിരുന്നു. അതുകൊണ്ട് പുതിയൊരു പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവർക്കത് ഭയങ്കര അസൂയയ്ക്ക് കാരണമായി. ആൻഡ് ദേ ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു ഇൻട്രൂവ് വിത്ത് അതോറിറ്റീസ് ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് എക്സ്പെഡിഷൻ. എങ്ങനെയെങ്കിലും ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു എക്സ്പെഡിഷൻ, പോർച്ചുഗീസിൻ്റെ എക്സ്പെഡിഷൻ അല്ലെങ്കിൽ ട്രേഡ് നശിപ്പിക്കണമെന്ന് മുഹമ്മദൻസ് വിചാരിക്കുകയാണ്. ദർ അപ്പിയർ ടു ഹാവ് 3 persons in the authority under the സാമറി. ഇനി കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, സാമറിനാണ്, സാമൂതിരിയാണ്. സാമറിന് കീഴിൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് 3 പേരുണ്ടായിരിക്കും. ഒന്നാരാ, ദ ഓവർസിയർ ഓഫ് ദ ട്രഷറി, ഖജനാവ് നോക്കുന്ന ആൾ. രണ്ടാമതോ ദ കിങ്സ് ജസ്റ്റിസ്, രാജാവിൻ്റെ ജസ്റ്റിസ് ഉണ്ടായിരിക്കും, പക്ഷേ മന്ത്രി എന്നൊക്കെ വേണം. മൂന്നാമത്തത് ആൻഡ് ദ ചീഫ് ഓഫീസർ ഓഫ് പാലസ് ഗാർഡ്, ആ ഒരു പാലസ് മുഴുവൻ, കൊട്ടാരം മുഴുവൻ ഗാർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ പോലത്തെ ഒരാൾ. ദ ഫസ്റ്റ് ടു ഓഫ് ദീസ് were the first to be liberally bribed to obstruct the new comers. അപ്പോൾ എല്ലാവരുടെ ഇടയിലും ഈ ഒരു കോഴ വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന
ഉള്ളവർ പോലെ ഈ ഒരു സാമറിൻ്റെ കീഴിലുള്ള ഓഫീസേഴ്സിലും ഉണ്ട് ഈ ഒരു കോഴ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ. Accordingly, when the Gama sent Nicolas Coelho on the shore with a message to the Samorin asking him to sanction trade, the authorities tried his temper by making him wait, thinking thus to cause a break with the Portuguese. അപ്പോൾ ഗാമ അവിടെ എത്തി. അപ്പോൾ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്നൊരു കമാൻഡറായിട്ടുള്ള നിക്കോളാസ് കൊയ്ലോനെ വിട്ടു. എന്തിനാ വിട്ടത്? സാമൂതിരിക്ക് ഒരു സന്ദേശമായിട്ടാണ് വിട്ടത്. എന്തായിരുന്നു സന്ദേശത്തിൽ? ഇങ്ങനെ വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസുകാരൻ സാമറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ട്രേഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശം, വ്യാപാരത്തിനുള്ള അനുമതി നൽകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിനുള്ള അനുമതി തേടാനാണ് നിക്കോളാസ് കൊയ്ലോനെ വാസ്കോ ഡ ഗാമ വിടുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ട മുഹമ്മദൻസ് ഈ സാമറിൻ്റെ കീഴിലുള്ള ജോലിക്കാരുണ്ടല്ലോ അവർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത് ഈ ഒരു നിക്കോളാസ് കൊയ്ലോനെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ദേഷ്യം വന്നിട്ട് കൊയ്ലോ തിരിച്ചു പോകുമെന്നും അതുവഴി പോർച്ചുഗീസ് കേരളവുമായിട്ടുള്ള ട്രേഡ് മുടങ്ങുമെന്നാണ് മുഹമ്മദൻസ് വിചാരിച്ചത്. ബട്ട് ബീയിങ് warned by a Castilian whom they found in the place, he exercised patience. പക്ഷെ കൊയ്ലോ ദേഷ്യമൊന്നും കാണിച്ചില്ല. കൊയ്ലോ ഒരുപാട് ക്ഷമയോടുകൂടെ നിന്നു. ആൻഡ് ഓൺ ഡിക്ലൈനിങ് ടു ഗിവ് ഹിസ് മെസ്സേജ് ടു എനി ബട്ട് ദ കിങ് ഹിംസെൽഫ്, ഹി വാസ് അറ്റ് ലാസ്റ്റ് അഡ്മിറ്റഡ് ടു ആൻ ഓഡിയൻസ്. കാത്തു നിന്നവരെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് നിക്കോളാസ് കൊയ്ലോനെ ആരെ കാണാൻ അനുവദിക്കുന്നത്? സാമറിനെ കാണാനായിട്ട് അനുവദിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ സം ഫർദർ ഡിലേ ദ കിങ് ഗേവ് ഹിസ് സാങ്ഷൻ. ലാസ്റ്റ് രാജാവ് സാങ്ഷൻ കൊടുക്കുകയാണ്. കിങ് എന്ന് പറയുന്നത് സാമറിൻ തന്നെ സാങ്ഷൻ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള സാങ്ഷൻ? വ്യാപാരം നടത്തിക്കോ, അങ്ങനെ പോർച്ചുഗീസുമായിട്ടുള്ള വ്യാപാരത്തിനുള്ള സാങ്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെ സാങ്ഷൻ ഉടമ്പടി തയ്യാറാക്കുന്നത്? റിട്ടൺ ഓൺ എ പാം ലീഫ്. ഒരു പാം ലീഫിൽ എഴുതിയിട്ടാണ് ഫോർ ഓപ്പണിംഗ് ട്രേഡ് നടത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട്. ട്രേഡ് അക്കോർഡിംഗ്ലി ബിഗാൻ. അങ്ങനെ ട്രേഡ് തുടങ്ങി. ബട്ട് ദ പോർച്ചുഗീസ് വർ സപ്ലൈഡ് വിത്ത് നത്തിങ് ഇൻ ദ വേ ഓഫ് ഗുഡ്സ്. നല്ല സാധനങ്ങളൊന്നും വ്യാപാരത്തിന് കൊടുത്തില്ല. റബ്ബിഷായിട്ടുള്ളതൊക്കെയാണ് കൊടുത്തത്. അത് വളരെ കുറച്ചൊക്കെയാണ് കൊടുത്തത്. ദേ ആക്സെപ്റ്റഡ് ഇറ്റ്. എന്നാലും അവർ ആ ഒരു വാസ്കോ ഡ ഗാമയുടെ കീഴിലുള്ള പോർച്ചുഗീസ് ടീം അവർക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. അവർ കിട്ടിയത് മതി എന്നോണം ആക്സെപ്റ്റ് ചെയ്തു. ഹവവർ ഇൻ ഡിഫോൾട്ട് ഓഫ് ബെറ്റർ സ്റ്റഫ് ബട്ട് ജെലസി ഓഫ് മൂർസ് പ്രിവെൻറ്റഡ് ദം. അവർക്ക് ഇത്തിരി കൂടെ നല്ലൊരു ട്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. പക്ഷേ ഈ ഒരു മൂർസ് അല്ലെങ്കിൽ മുഹമ്മദൻസിൻ്റെ കുശുമ്പ് കൊണ്ടാണ് അവർക്കത് കിട്ടാതെ ഇരുന്നത്. ദ ഗാമ, അതായത് വാസ്കോ ഡ ഗാമ, അക്കോർഡിംഗ്ലി ഡിറ്റർമൈൻഡ് ടു വിസിറ്റ് സാമറിൻ ഇൻ പേഴ്സൺ. വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് സാമറിനെ കാണണമെന്ന് വാസ്കോ ഡ ഗാമ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഡിമാൻഡഡ് ഹോസ്റ്റേജസ് ഫോർ ഹിസ് സേഫ് കണ്ടക്റ്റ്. അതുവഴി സാമറിനോട് അപേക്ഷിക്കണം, എനിക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ ഗാമ വിചാരിക്കുകയാണ്. ബൈ ദ കാസ്റ്റീലിയൻസ് അഡ്വൈസ് the nephew of the king's justice was accepted as a sufficient hostage. Intrigues were naive, however, and when the Gama made his first attempt to land, he found that സാമറിൻ അങ്ങനെ പല ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിലൂടെ സാമറിനെ നേരിട്ട് കാണാനുള്ളൊരു അവസരം ഗാമയ്ക്ക് വന്നു എന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് ഗാമയ്ക്ക് മനസ്സിലാവുന്നത് സാമറിൻ ഹാഡ് ഗോൺ ടു എ പ്ലേസ് അറ്റ് സം ഡിസ്റ്റൻസ്. എങ്ങകലേക്കോ സാമറിൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ അതോറിറ്റീസ് were prepared to take the Gama thither by force if he landed. ഇനി ഉദ്ദേശം എന്തായിരുന്നു? ഗാമ സാമറിനെ കാണാനായിട്ട് എത്തുകയാണെങ്കിൽ എങ്ങനെയും ഗാമേനെ ഫോഴ്സ് ബലം പ്രയോഗിച്ച് എന്താ പറയുക പിടിക്കും, പോലീസുകാരെയൊക്കെ വെച്ച് പിടിക്കും എന്നുള്ളൊരവസ്ഥ. എഗെയിൻ വാൺഡ് ബൈ കാസ്റ്റീലിയൻ, the Gama sent messages in the front to ascertain if the king was really there to receive him, and on finding that he was not. അപ്പോൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ഗാമ അന്വേഷിച്ചു, ഞാൻ ചെന്നാൽ എന്നെ റിസീവ് ചെയ്യാൻ സാമറിൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു.
സാമറിൻ ഇല്ല, ഇതൊരു ചതിയാണെന്ന് മനസ്സിലായപ്പോൾ ദ ഗാമ വിത്തൗട്ട് ലാൻഡിങ് റീ എംബാർക്ക്ഡ്. അവിടെ സാമറിനെ കാണാൻ ആ സ്ഥലത്ത് എത്തിച്ചേരാതെ ഗാമ തിരിച്ചുപോയി എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ അത്രയാണ്. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.